ഹൂതികളെ കൊണ്ട് പൊറുതിമുട്ടി അമേരിക്കയും ഇസ്രായേലും. ചെങ്കടലിന്റെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ ഹൂതികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. രണ്ടാഴ്ച മുമ്പ് ഇസ്രായേലിലേക്ക് വന്ന 2 വാണിജ്യ കപ്പലുകൾ സ്ഫോടന വസ്തു ഉപയോഗിച്ച് ഹൂതികൾ തകർത്തു. ഇതോടെ US ഹൂതികളെ ആക്രമിക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജർമ്മനി, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾക്കും ഈ അഭിപ്രായമുണ്ട്. അമേരിക്കയും ഇസ്രായേലും ജർമ്മനിയും ഓസ്ട്രേലിയയും ചേർന്ന് സംയുക്തമായി യമനിൽ ചെന്ന് ഹൂതികളെ ആക്രമിക്കണമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ നിലപാട്. അമേരിക്കയ്ക്കും ഇതേ നിലപാട് തന്നെയാണ് ഉള്ളത്. ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തിയിട്ടും ഹൂതികൾ ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുത്തുവിടുന്നു. കഴിഞ്ഞ ആഴ്ച നിരവധി മിസൈലുകളാണ് ഹൂതികൾ ഇസ്രായേലിലേക്ക് തൊടുത്തത്. അതെല്ലാം ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു. ദിവസങ്ങൾക്ക് മുമ്പും 2 മിസൈലുകൾ ഹൂതികൾ ഇസ്രായേലിലേക്ക് തൊടുത്തിരുന്നു. അതും അയൺ ഡോം തകർത്തു. ഹൂതികൾ പറയുന്നത് ഇസ്രായേൽ ഗസയിലെ അധിനിവേശം എന്ന് നിർത്തുന്നുവോ അന്ന് മാത്രമേ ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ നിന്ന് തങ്ങൾ പിൻവാങ്ങുകയുള്ളൂ എന്നാണ്. ഹൂതികൾ ശക്തമായി തന്നെ അത് പറഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ കടന്ന് കരയുദ്ധം നടത്താനാണ് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമേരിക്ക അതേക്കുറിച്ച് ചിന്തിക്കുകയാണ്. ചുരുക്കത്തിൽ ഇതിനു മുമ്പ് അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു, വ്യോമ ആക്രമണം നടത്തിയിരുന്നു. പക്ഷേ ഹൂത്തികളുടെ രോമത്തിൽ തൊടാൻ പോലും ആ ആക്രമണം കൊണ്ട് കഴിഞ്ഞില്ല. ആ ആക്രമണത്തിന് ശേഷം ഹൂതികൾ സർവശക്തരാകുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ചെങ്കടലിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത ഹൂതികൾ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ജർമ്മനിയുടെയും ഓസ്ട്രേലിയയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ കപ്പലുകൾ നിരന്തരം ആക്രമിക്കുന്നു. ചെങ്കടലിലൂടെയുള്ള വാണിജ്യം തകർത്തുകൊണ്ട് ഹൂതികൾ വിളയാടുന്നു. ഈ സാഹചര്യത്തിൽ യമനിൽ കടന്നു കയറി ഹൂതി കേന്ദ്രങ്ങളിൽ കരയുദ്ധം നടത്തി അവരെ ഉന്മൂലനം ചെയ്യുക, ഇതാണ് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹൂതികളുടെ വിളയാട്ടം സഹിച്ച് ഇസ്രായേലിന് മതിയായി. ഏത് നിമിഷമാണ് ഹൂതികളുടെ മിസൈൽ യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വരുന്നതെന്ന് അറിയാൻ കഴിയില്ല. ഏത് നിമിഷവും അത് സംഭവിക്കാം. അങ്ങനെ ഇസ്രായേൽ ആകെ മൊത്തം അങ്കലാപ്പിലാണ്. ഹൂതികളുടെ ആവശ്യം ഒന്ന് മാത്രമാണ്: ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ ഞങ്ങൾക്ക് പ്രശ്നമല്ല, പക്ഷേ ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറണം, ഗസയിലെ അധിനിവേശം അവസാനിക്കണം. ഹമാസ് ഇസ്രായേൽ യുദ്ധം എന്ന് തീരുമോ അന്ന് മാത്രമേ തങ്ങൾ ഇസ്രായേലിനെതിരായ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുകയുള്ളൂ. അന്ന് മാത്രമേ തങ്ങൾ ചെങ്കടലിൽ മറ്റ് രാജ്യങ്ങളുടെ, ഇസ്രായേലിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളുടെ ഗതാഗതം അനുവദിക്കൂ, കപ്പലുകളുടെ ഗതാഗതം അനുവദിക്കൂ. ഇതാണ് ഹൂതികളുടെ നിലപാട്. ശക്തമായ നിലപാട് തന്നെയാണ് ഹൂതികൾ എടുത്തിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുകയാണ്. ഹൂതി കേന്ദ്രങ്ങളിൽ കടന്നു കയറി കരയുദ്ധം നടത്താൻ അമേരിക്ക തുനിഞ്ഞാൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് പോകും. ഹൂതികൾ സംഘത്തിൽ ചെറുതെങ്കിലും മനോവീര്യത്തിൽ കരുത്തരാണ്. അവരുടെ കയ്യിൽ ഇറാൻ്റെ മിസൈലുകളുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും ഒക്കെയുണ്ട് അവരുടെ കയ്യിൽ. അവർ കരുത്തരാണ്. പെട്ടെന്നൊന്നും അവരെ കീഴടക്കാൻ സാധിക്കില്ലെന്ന് അമേരിക്കയ്ക്കും ബ്രിട്ടനും മനസ്സിലായി. ഈ 2 വൻശക്തികളും ഒരുമിച്ചാണ് ഹൂതി കേന്ദ്രങ്ങളിൽ ബോംബിട്ടത് മുമ്പ്. പക്ഷേ ഹൂതികൾ അതിശക്തരായി തിരിച്ചടിച്ചു. അമേരിക്കൻ പടക്കപ്പലിന് നേർക്ക് പോലും ഹൂതികൾ ആക്രമണം നടത്തി. അങ്ങനെ ചെങ്കടലിൽ ഹൂതികൾ വിളയാട്ടം തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്: ഇനി കരയുദ്ധം മാത്രമേ രക്ഷയുള്ളൂ. കരയുദ്ധത്തിലൂടെ ഹൂത്തികളെ കീഴടക്കുക, അതുമാത്രമേ മാർഗമുള്ളൂ. അമേരിക്ക യുദ്ധത്തിന് ഒരുങ്ങാൻ സന്നദ്ധമാണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. ഹൂതി കേന്ദ്രങ്ങളിൽ കടന്നു കയറി കരയുദ്ധം നടത്തുക. മുമ്പ് താലിബാനെ അമേരിക്ക ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചതുപോലെ. പക്ഷെ അത് പരാജയമായി മാറി. അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ താലിബാന്റെ നിയന്ത്രണത്തിലാണ്. അതുപോലെ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ കയറി ആക്രമണം നടത്തിക്കഴിഞ്ഞാൽ ഹൂതികൾ മനോവീര്യം കൊണ്ട് ചെറുത്തു നിൽക്കും.
മാത്രമല്ല അവരുടെ കയ്യിലുള്ള രഹസ്യ ആയുധങ്ങളുടെ വിവരമൊന്നും പുറം ലോകത്തിന് അറിയത്തുമില്ല. ഇറാന്റെ മിസൈൽ ശക്തി പുറം ലോകം അറിഞ്ഞത് ഇസ്രായേൽ യുദ്ധത്തിലൂടെയാണ്. ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളം പോലും തകർത്തു ഇറാൻ. ഈ സാഹചര്യത്തിൽ ഇറാന്റെ ശക്തമായ മിസൈലുകൾ ഹൂതികൾക്ക് ഉണ്ട് എന്നാണ് വിലയിരുത്തൽ. ഇതാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ പ്രധാന വിഷയം. ഇറാൻ ഇസ്രായേൽ യുദ്ധം കഴിഞ്ഞപ്പോൾ ഹൂതികളും ഇസ്രായേലും മുഖാമുഖം നിൽക്കുന്നു. ഹൂതികൾ നിരന്തരം ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ച് രസിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടത്തിലാണ് ആ രാജ്യം. ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. അവരുടെ സമ്പദ് വ്യവസ്ഥ തകർന്നു. അവർ അമേരിക്കയോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഇസ്രായേലിൻ്റെ തകർച്ച ഇപ്പോൾ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞു. ഇനിയൊരു ഇറാനുമായുള്ള ഒരംഗത്തിന് ഇസ്രായേലിന് ബാല്യമുണ്ടോ എന്ന് സംശയമാണ്. എങ്കിലും നെതന്യാഹു വിടുവാക്കുകൾ പറയുന്നുണ്ട്. ഇറാൻ ആണവായുധം നിർമ്മിച്ചാൽ ഞങ്ങൾ ഇനിയും ആക്രമിക്കും. അതിന് ഇറാൻ മറുപടിയും കൊടുത്തു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾക്ക് ആണവായുധം നിർമ്മിക്കാൻ കഴിയുമെന്ന മറുപടിയാണ് ഇറാൻ കൊടുത്തത്. മാത്രമല്ല, ഇറാൻ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ പോർ വിമാനങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞു. ഇനി വ്യോമ യുദ്ധത്തിൽ ഇസ്രായേലിന് ഇറാനെ കീഴടക്കാൻ പ്രയാസമാകും. എന്തായാലും ഹൂതികൾ ഇപ്പോൾ വിലസുകയാണ് ലോകത്തിന് മുമ്പിൽ. ഹൂതികളൊക്കെ പോരാട്ട വീര്യത്തിൻ്റെ ശക്തികളാണ്. അധിനിവേശത്തിനെതിരെയാണ് അവർ പോരാട്ടം നടത്തുന്നത്. അതുകൊണ്ടാണ് പൊളിറ്റിക്സ് കേരള ഹൂതികളെ പിന്തുണയ്ക്കുന്നത്. അധിനിവേശത്തിനെതിരെയുള്ള യുദ്ധം അത് ഏത് രാജ്യം നടത്തിയാലും ഞങ്ങൾ അവരെ പിന്തുണയ്ക്കും. അത് അമേരിക്കയാണ് നടത്തുന്നതെങ്കിൽ അമേരിക്കയെ പൊളിറ്റിക്സ് കേരള പിന്തുണയ്ക്കും. റഷ്യയാണ് നടത്തുന്നതെങ്കിൽ റഷ്യയെ പൊളിറ്റിക്സ് കേരള പിന്തുണയ്ക്കും. ഹൂതികൾ അധിനിവേശത്തിനെതിരെ യുദ്ധം നടത്തുന്ന വിപ്ലവകാരികളാണ്. അവരെ തീവ്രവാദികളായിട്ടാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ കാണുന്നത്. പക്ഷേ അവർ തീവ്രവാദികളല്ല. അവർക്ക് അവരുടേതായ നിലപാടുണ്ട്. ആ നിലപാട് തറയിൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. എന്തായാലും ഹൂതികളുമായി അമേരിക്ക ഒരു കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത്. ഹൂതികളുമായി ഒരു കരയുദ്ധം നടത്തിക്കഴിഞ്ഞാൽ അത് എളുപ്പമൊന്നും തീരില്ല. അത് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. മുമ്പ് താലിബാനുമായി ഒന്ന് ഉരസി നോക്കിയതാണ്. താലിബാനുമായി അഫ്ഗാനിലെ വടക്കൻ സഖ്യത്തിൻ്റെ പിന്തുണയോടെ ഒരു യുദ്ധമൊക്കെ നടത്തി വർഷങ്ങളോളം അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക അധിനിവേശം നടത്തി. ആ അധിനിവേശം അർത്ഥരഹിതമായി മാറുകയും ചെയ്തു. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ താലിബാന്റെ നിയന്ത്രണത്തിലാണ്. അതുപോലെ തന്നെയാകും ഹൂതികൾക്കെതിരായ അമേരിക്കയുടെ യുദ്ധവും.